എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷാജി മഞ്ചേരി. ഇന്ന് പുതിയ ഒരു രാമായണ കഥയുമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. കമലദളം എന്ന സിനിമയിൽ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി എഴുതി രവീന്ദ്രൻ മാസ്റ്റർ സംഗീത സംവിധാനം നൽകി യേശുദാസ് ആലപിച്ച ഒരു സിനിമാ പാട്ടുണ്ട്. ത്രയംബകം വില്ലൊടിഞ്ഞു മംഗളദുന്ദുബി നാഥവുമായി മിഥുലാപുരിതൻ. ആ വരിയുടെ തുടർച്ചയായിട്ട് പറയുന്നുണ്ട്, വാമാങ്കം ഏകിയ കോസല രാജകുമാര മിഥുലാപുരിതൻ വൻകിടാവിന് രാജകലയുടെ വാമാങ്കം നൽകിയ കോസല രാജകുമാര സുമുഹൂർത്തമാം സ്വസ്തി. പാട്ടുപാടാൻ അത്ര വശമില്ല കേട്ടോ. പക്ഷേ മിഥിലാപുരിക്ക് സുന്ദരിയായ ആ പെൺകുടിയായ സീതയ്ക്ക് വാമാങ്കം നൽകുവാൻ, വാമാങ്കം എന്ന് പറയും, വാമഭാഗം നൽകുവാൻ തയ്യാറായ കോസല രാജകുമാരൻ രാമനാണ്. അതിലേക്ക് നയിച്ച ത്രയംബകം വില്ലിൻ്റെ കഥയാണ്. ത്രയംബകം വില്ലിന് രാമായണത്തിലുള്ള പ്രാധാന്യമാണ് ഞാനിന്ന് ഇവിടെ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നത്. നമ്മൾ ത്രയംബകം വില്ലിനെ കുറിച്ച് പറയുമ്പോൾ ഈ ത്രയംബകം വില്ല് ഉണ്ടായ അല്ലെങ്കിൽ ത്രയംബകം വില്ലിൻ്റെ ഉടമസ്ഥൻ ശിവനായിരുന്നു. അതിൻ്റെ കാരണം താരകാസുരൻ എന്ന് പറയുന്ന അസുരൻ, അദ്ദേഹത്തിന് 3 മക്കളായിരുന്നു. താരകാക്ഷൻ, വിദ്യുന്മാലി, കമലാക്ഷൻ എന്നിങ്ങനെ 3 മക്കളായിരുന്നു. ഇവർ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ഒരു വരം നേടി. വരം ഇതായിരുന്നു: ഞങ്ങൾ 3 ലോകങ്ങൾ സൃഷ്ടിക്കും, സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ഇരുമ്പ് കൊണ്ടും. ഈ 3 ലോകങ്ങൾ ഭൂമിയിലും സ്വർഗത്തിലും പാതാളമായിട്ട് ഞങ്ങൾ കഴിയും. ഞങ്ങൾ വിമാന വേഗത്തിൽ സഞ്ചരിക്കും. 1000 വർഷം കഴിയുമ്പോഴേ ഞങ്ങൾ ഒന്നിച്ചു വരും. ഞങ്ങളെ കൊല്ലുവാൻ ആർക്കും കഴിയരുത്. ഇതാണ് ബ്രഹ്മാവിൽ നിന്ന് നേടിയ വരം. അപ്പോൾ ഈ വരം നേടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ഭയങ്കര ശക്തന്മാരാണ്. അവർ പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ ദേവന്മാർക്ക് നൽകി. അങ്ങനെ ദേവന്മാർ വശം കെട്ട് മഹാവിഷ്ണുവിനെ സമീപിച്ചു. അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു, എന്നെക്കൊണ്ട് നടക്കുന്ന കാര്യമല്ലത്, ഇത് ശിവൻ വിചാരിച്ചാലേ നടക്കും. പുരാണത്തിൽ പല കാര്യങ്ങളിലും ദൈവങ്ങളിൽ ശിവന് കുറച്ച് കൂടുതൽ പ്രാധാന്യമുണ്ട്. അങ്ങനെ മഹാവിഷ്ണു ശിവനോട് പോയി കാണാൻ ദേവന്മാരോട് പറഞ്ഞു. അങ്ങനെ ദേവന്മാരെല്ലാവരും കൂടെ ശിവനെ പോയി കണ്ടു. ആ ശിവൻ പറഞ്ഞു, ഇത് എന്നെക്കൊണ്ട് മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. കാരണം ഇവർ 1000 വർഷം കൂടുമ്പോഴേ ഇവരൊന്നിച്ച് കൂടും. വിമാന വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. ആ നിമിഷം ഇവരെ ഒന്നിച്ച് കിട്ടി ഇവരുടെ ത്രിപുരം എന്ന് പറയുന്ന 3 നഗരങ്ങളാണ് തകർത്ത് കളയണം. അതിനെനിക്ക് സഹായികളായിട്ട് കുറേ ആളുകൾ വേണം. അങ്ങനെ സഹായികളായിട്ട് കിട്ടിയാൽ മാത്രം പോരാ, ഇവരെ അമ്പെയ്ത് വീഴ്ത്തണമെങ്കിൽ അതിന് പറ്റിയ ഒരു വില്ല് വേണം. അങ്ങനെ ദേവന്മാരെല്ലാവരും കൂടെ ദേവശില്പിയായിട്ടുള്ള വിശ്വകർമാവിനെ സമീപിക്കുകയാണ്. അപ്പോൾ വിശ്വകർമാവ് മനോഹരമായ ഒരു വില്ല് ഉണ്ടാക്കി. 5000 പേർ പിടിച്ചാൽ മാത്രം പൊങ്ങുന്നത്രയും ബലവും കരുത്തുമുള്ള ത്രയംബകം വില്ല്. ഈ ത്രിപുരാസുരന്മാരെ വധിക്കുവാൻ വേണ്ടി നിർമ്മിച്ച വില്ല്. ശൈവചാപം എന്നും അതിന് പേരുണ്ട്. അങ്ങനെ ഈ വില്ല് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വില്ലിൽ ഞാണായിട്ട് മാറണം. ആ ഞാണിൻ്റെ അറ്റത്ത് അമ്പ് മഹാവിഷ്ണുവായിരുന്നു. അമ്പിൻ്റെ കടക്കൽ വായുവും ഭൂമിദേവി തേർത്തട്ടും. രഥമായിട്ട് സൂര്യചന്ദ്രന്മാരുടെ രഥചക്രങ്ങളും ധ്വജമായിട്ട് ഭൂമിയുടെ തന്നെ ഒരു പ്രത്യേക ഭാവവും ഒക്കെ കൂടി ചേർന്നിട്ട് അഗ്നിദേവൻ്റെ സഹായത്തോടു കൂടി അമ്പിൻ്റെ അറ്റത്ത് അഗ്നി കുട്ടിയിരുന്ന് അങ്ങനെ 3 പേരും ഒന്നിച്ച് കൂടുന്ന സമയത്ത് ഈ ദേവന്മാരുടെയും ഭൂമിദേവിയുടെയും സൂര്യചന്ദ്രന്മാരുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഈ ത്രയംബകം വില്ലുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ ത്രിപുരന്മാരെ ഭസ്മമാക്കി കളഞ്ഞു. അതിനുശേഷം ഈ ത്രയംബകം വില്ലുമായിട്ട് ശിവൻ ഇരിക്കുമ്പോഴാണ് ശിവൻ്റെ ആദ്യ ഭാര്യയായ സതിയുടെ അച്ഛൻ ദക്ഷനും ശിവനുമായിട്ട് വഴക്കാണ്.
അതിൻ്റെ കാരണം വലിയൊരു കഥയാണ്. അത് ഞാൻ പിന്നീടൊരു അവസരത്തിൽ പറയാം. സതീദേവിയെ സതീയനുഷ്ഠാനം വരെ ആയിത്തീർന്ന ആ കഥ വലിയ കഥയാണ്. അപ്പോൾ ഒരിക്കൽ ദക്ഷൻ, തൻ്റെ ഭാര്യയുടെ അച്ഛനാണ് ദക്ഷൻ യാഗം നടത്തിയിട്ട് ശിവനെ മാത്രം വിളിച്ചില്ല. ശിവന് ദേഷ്യമായി. ശിവൻ നേരെ അങ്ങോട്ട് ചെന്ന് ഈ വില്ല് കൊണ്ട് ദേവന്മാരോട് പറഞ്ഞു, എന്നെ വിളിക്കാതെ ഈ ഹവസ് ഏൽക്കുവാൻ വന്ന മറ്റ് ദൈവങ്ങളോട് പറഞ്ഞു, നിങ്ങളെയെല്ലാം ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞു ഈ വില്ല് കൊണ്ട്. അപ്പോൾ ദേവന്മാരെല്ലാം കൂടെ ശിവൻ്റെ കാൽക്കൽ വീണിട്ട് പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്, ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾ അങ്ങയ്ക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ദേവന്മാർക്ക് അവർ ക്ഷമിച്ചിട്ട് ഈ വില്ല് സൂക്ഷിക്കുവാനായിട്ട് ജനകൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. സീതയുടെ അച്ഛൻ ജനകൻ എന്ന് പറയുന്ന രാജർഷിക്ക് യഥാർത്ഥത്തിൽ സീതയെ സിതം വയലിൽ നിന്നാണ് കിട്ടിയത്. സീത വളർന്നു വരുന്ന സമയത്ത് വിശ്വാമിത്ര മഹർഷി തൻ്റെ യാഗം രക്ഷിക്കുവാനായിട്ട് 16 വയസ്സ് പ്രായമുള്ള കൗമാരപ്രായത്തിലുള്ള ശ്രീരാമചന്ദ്രനെയും ലക്ഷ്മണനെയും മിഥിലയിലേക്ക് കൊണ്ടുവരികയാണ്. യാഗസംരക്ഷണത്തിന് ശേഷം ഇവർ മിഥുല രാജ്യത്തിലെത്തുകയും ആ മിഥിലയിൽ വെച്ച് ജനകനോട് ഈ വിശ്വാമിത്ര മഹർഷി പറയുന്നു, ഇവർക്ക് ആ ശൈവചാപം ത്രയംബകം ഒന്ന് കാണിച്ചു കൊടുക്കണമെന്ന്. അപ്പോൾ അതുവരെ സീതയെ വിവാഹം കഴിക്കുന്നയാൾ ഈ ത്രയംബകം വില്ലെടുത്ത് കുലച്ചാലേ ഈ വിവാഹം നടക്കൂ എന്നൊരു വാഗ്ദാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രഖ്യാപനം ജനകൻ നടത്തിയിട്ടുണ്ട്. പല രാജകുമാരന്മാരും ശക്തവന്മാരും വന്നിട്ട് വില്ല് ഒന്ന് തൊട്ടാനോ അനക്കാനോ പോലും പറ്റാതെ പരാജയപ്പെട്ടു പോയിടത്താണ് ഈ കൗമാരപ്രായത്തിലുള്ള രാമനും ലക്ഷ്മണനും അങ്ങോട്ട് വരുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് മനുഷ്യരൂപത്തിലുള്ള ഈ രാമനെയും ലക്ഷ്മണനെയും കണ്ടപ്പോൾ ജനകന് ആദ്യം ഈ കുട്ടികളെ കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് അത്ഭുതമാണ് തോന്നിയത്. എങ്കിലും വിശ്വാമിത്ര മഹർഷി പറഞ്ഞത് കൊണ്ട് മാത്രം ആ ത്രയംബകം വില്ല് കൊണ്ടുവരികയാണ്. 5000 പേര് ഒരുമിച്ച് പിടിച്ചാണ് ആ ത്രയംബകം വില്ല് രാമൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ രാമൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന ത്രയംബകം വില്ല് രാമൻ വിശ്വാമിത്രൻ്റെ അനുവാദത്തോടു കൂടി ഒന്ന് എടുക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ രാമൻ അതിനെ പ്രാർത്ഥിച്ചു, ആ വില്ലിനെ പ്രാർത്ഥിച്ചു, ശിവൻ്റെ അനുഗ്രഹം നേടി ആ വില്ല് എടുത്ത് കുലയ്ക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ രാമൻ്റെ കൈയുടെ ബലം താങ്ങാനാവാതെ ആ വില്ല് രണ്ടായിട്ട് ഒടിഞ്ഞുപോയി. അത്രയ്ക്ക് ബലമായിരുന്നു. 5000 പേര് പിടിച്ചാൽ പൊങ്ങാത്ത വില്ല് രാമൻ ഒറ്റയ്ക്കെടുത്ത് കുലയ്ക്കാൻ ശ്രമിച്ചു, വില്ല് ഒടിഞ്ഞു. അപ്പം അങ്ങനെ ആ വില്ലൊടിഞ്ഞ ശബ്ദത്തെക്കുറിച്ച് എഴുത്തച്ഛൻ തൻ്റെ അധ്യാത്മരാമായണത്തിൽ വർണ്ണിക്കുന്നുണ്ട്. ഇടിവെട്ടിയിടും വണ്ണം വിൽമറിഞ്ഞൊച്ച കേട്ട് നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെ പോലെ മൈഥിലി മയിൽപേട പോലെ ആനന്ദം കൊണ്ടെന്നാണ് പറയുന്നത്. ഇടിവെട്ടുന്ന വണ്ണം ആ വില്ല് മുറിഞ്ഞ ശബ്ദം കേട്ടിട്ട് രാജാക്കന്മാർ ഉരകങ്ങളെ പോലെ, പാമ്പുകൾ ഈ ഇടിവെട്ട് കേൾക്കുമ്പോൾ ഭയപ്പെടുന്നത് പോലെ ഭയന്നു പോയെന്ന്. അതേ അവസരത്തിൽ മൈഥിലി സീത, മിഥിലയിലെ രാജകുമാരിയായ സീത മയിൽപേടയെ പോലെ ആനന്ദിച്ചെന്നാണ് പറയുന്നത്. പെൺമയിൽ നൃത്തം ചെയ്യുന്നത് പോലെ ആനന്ദിച്ചെന്ന്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ സീതാ സ്വയംവരം നടക്കുന്നത്. അപ്പോൾ ത്രയംബകം വില്ല് യഥാർത്ഥത്തിൽ ഇതിലെ ഒരു പ്രധാന കഥാപാത്രമാണ് രാമായണത്തിൽ. അപ്പോൾ ആ ത്രയംബകം വില്ലിൻ്റെ ജനനവും അതിൻ്റെ ഉപയോഗവും അതിൻ്റെ നിർമ്മാണവും അതിനെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളും ഒക്കെ ഈ രാമായണവുമായിട്ട് കൂട്ടുവായിക്കേണ്ടതാണ്. ഏതായാലും ഈ ത്രയംബകം വില്ലിൻ്റെ കഥ ഞാൻ പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. പലരും മെസ്സേജുകൾ അയക്കുന്നുണ്ട്. ചിലർക്ക് യൂട്യൂബിൽ കമൻറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ഏതായാലും എല്ലാവരും ഇത് കാണുക, അഭിപ്രായങ്ങൾ പറയുക, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക. നന്ദി, നമസ്കാരം.